നമസ്കാരം, ഞാൻ മെറീനയാണ്. തിരൂരുകാർക്ക് ഒരു പുതിയ കല്യാണ വിശേഷം ഒരുങ്ങുകയാണ് കേട്ടോ. ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മാളിന്റെ ബ്രൈഡൽ കി ഷാദി ഫെസ്റ്റിന്റെ ഭാഗമാകാൻ ഈ വരുന്ന മെയ് 16 വൈകിട്ട് 3 മണിക്ക് ഞാനും എത്തുന്നു. അതിഥികളായി വരുന്നവർക്ക് മാത്രം കളിക്കാൻ ഒരു കളിസ്ഥലം വേണ്ട, ഇവിടെയുള്ളവർക്കും കളിക്കാൻ കഴിയുന്നതാവണം തിരൂല സ്റ്റേഡിയമെന്നും അതിന് നിയമതടസ്സമുണ്ടെങ്കിൽ അത് പിച്ചു ചീന്തണമെന്നും തിരൂല നിയുക്ത MLA കുർക്കോളി മൊയ്തീൻ പറഞ്ഞു. തിരൂർ SM പോളിടെക്നിക് ഗ്രൗണ്ടിൽ നടന്ന വെറ്ററൻസ് ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫണ്ട് അനുവദിച്ചിട്ടും പല കാരണങ്ങളാൽ ഭരണാനുമതി ലഭിച്ചില്ല. പുതിയ സർക്കാർ വരുന്നതോടെ വലിയൊരു ഇടപെടൽ ഉണ്ടാവുമെന്നും അതിനെല്ലാവരും കൂടെ ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിഥികൾക്ക് മാത്രം കളിക്കാൻ തിരൂരിൽ ഒരു കളിസ്ഥലം വേണ്ട, എല്ലാവർക്കും കളിക്കാൻ ഉതകുന്ന ഒരു സ്റ്റേഡിയം ഉണ്ടാവണമെന്നാണ് തന്റെയും നഗരസഭയുടെയും ആഗ്രഹമെന്നും പല കാരണങ്ങളാൽ ഫണ്ട് അനുവദിച്ചിട്ടും തിരൂരിലെ മുനിസിപ്പൽ സ്റ്റേഡിയം നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിക്കാതെ പോവുകയാണ് ഉണ്ടായതെന്നും തിരൂരിലെ നിയുക്ത MLA കുർക്കോളി മൊയ്തീൻ പറഞ്ഞു. ഒന്നാമതായി നമ്മൾ കാണുന്നത് തിരൂരിലെ സ്റ്റേഡിയം തന്നെയാണ്. ഒന്ന്, നിങ്ങൾക്ക് അത് കയറി കളിക്കാവുന്നൊരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെയും നഗരസഭയുടെയും താല്പര്യം. അതിഥികളായി വരുന്ന ആളുകൾക്ക് മാത്രം കളിക്കാൻ വേണ്ടി പണം ചെലവാക്കി നമ്മുടെ ഹൃദയത്തിൽ ഒരു കളിക്കളം വേണ്ട, അത് നമുക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ ഇവിടുത്തെ ആളുകൾക്ക് ഞാനൊരു നല്ല ഒരു വീടുണ്ടാക്കി, കൊട്ടാര സദൃശ്യമായ വീടുണ്ടാക്കി, എൻ്റെ മക്കളോട് എനിക്ക് കയറരുതെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ സ്ഥിതി? പിന്നെ എനിക്ക് നിന്നെ വീട്, എൻ്റെ മക്കൾക്ക് കയറാൻ കഴിയാത്ത വീട് എനിക്ക് കിട്ടിയൊരു കാര്യമുണ്ട്. അത് അതിഥികൾ വരുമ്പോൾ മാത്രം താമസിക്കാൻ ഞാൻ വീടുണ്ടാക്കണം. എൻ്റെ വീട്ടിലെ എൻ്റെ കുട്ടികളെ പരിക്കും എൻ്റെ കുട്ടികളെ വികൃതിയും ഒക്കെ എൻ്റെ വീട്ടിലാണ് നടക്കേണ്ടത്. അതുകൊണ്ട് ഇവിടുത്തെ കളിക്കാർ ഓടി നടന്ന് കളിക്കാൻ അത് പര്യാപ്തമാവണം. അതിനൊപ്പം തന്നെ അന്താരാഷ്ട്ര നിലവാരത്തോടു കൂടി ഉയർത്തും വേണം. സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് തന്നെ ഉയരണം, അത് തിരൂർക്കാർക്കും കളിക്കാൻ ഉതകുന്നതാകണമെന്നും നിയമ തടസ്സമുണ്ടെങ്കിൽ അത് പിച്ചു ചീന്തുകയാണ് വേണ്ടതെന്നും കുർക്കോളി മൊയ്തീൻ പറഞ്ഞു. എല്ലാ പഞ്ചായത്തിലും ഒരു കളിസ്ഥലമെങ്കിലും, മികവുറ്റ ഒരു കളിസ്ഥലമെങ്കിലും, അതിന് അന്താരാഷ്ട്ര ദേശീയ നിലവാരമൊന്നും ഇല്ലെങ്കിൽ പോലും സംസ്ഥാന തലത്തിലെങ്കിലും സ്കൂൾ കായികമേളെങ്കിലും നടത്താവുന്ന, നമ്മുടെ പഞ്ചായത്ത് കേരളോത്സവം ഭംഗിയായി നടത്താവുന്ന, ഇതിനൊക്കെ ഒത്തിണങ്ങിയ നല്ല ലക്ഷണമൊത്ത കളിക്കളങ്ങൾ എല്ലാ പഞ്ചായത്തിലും ഓരോന്നെങ്കിലും ഉണ്ടാകണം എന്നുകൂടി എനിക്കൊരു നിർബന്ധമുണ്ട്. അപ്പോൾ അതിനും ഇന്ത്യൻ്റെ കൂടുതൽ ഉണ്ടാവണം. ഒന്ന്, തിരൂരിലെ കളിക്കളം രാജ്യത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്നൊരു കളിക്കളമായി നമുക്ക് മാറ്റുകയില്ല. അത് ഞാൻ മുമ്പിലുണ്ടാകും എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയുകയാണ്. 10 കോടി രൂപയാണ് 10 വർഷത്തിനിടയിൽ ലഭിച്ചത്. എന്നാൽ ഭരണാനുമതി മാത്രം ലഭിച്ചില്ല. ഇനി വരുന്ന ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവുമെന്നും എല്ലാ പഞ്ചായത്തുകളിലും മികച്ച കളിസ്ഥലം ഉണ്ടാവണമെന്നാണ് തന്റെ നിർബന്ധമെന്നും കുർക്കോളി മൊയ്തീൻ കൂട്ടിച്ചേർത്തു.